ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? ഇന്നിപ്പോൾ ശനിയാഴ്ചയായിട്ട് കാലത്ത് തന്നെ നമ്മൾ വീട്ടിൽ ഇന്ന് കടികൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിട്ട്, അതായത് കുറേ ദിവസങ്ങളായാലും നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട്, അപ്പോൾ പുറമേൽ പോയിട്ട് നമ്മൾ കുറാഞ്ചേരി സ്ഥലത്ത് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കാറുള്ള നമ്മുടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കടയിൽ നിന്ന് ഇന്ന് നമ്മൾ ദോശ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദൃശ്യമാണ് പറഞ്ഞത്, ചേട്ടാ 2 ദിവസമായാലും ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണം. ആ പാപ്പൻ്റെ അടുത്ത് അമ്മാമ്മയുടെ അടുത്തൊന്ന് പോയി പറഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ അവർ നമ്മൾ ദൃശ്യമൊക്കെ ഗർഭിണി ആയിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥിരം പോയി കഴിക്കാറുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ അവൾ ആ ഒരു സ്നേഹത്തിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് വീട്ടിൽ പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ നിന്നല്ല മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ നോക്കിയിരിക്കുക എന്തുകൊണ്ടാണ് കാണാണ്ടായാലോ 2 ദിവസം എന്ന് വിചാരിക്കും. അപ്പോൾ അതൊന്നൊരു വിവരം ധരിപ്പിക്കുന്ന പോലെ തന്നെ ഒന്ന് പോയിട്ട് പറയാം പാപ്പൻ്റെ അടുത്തും അമ്മമ്മയുടെ അടുത്തും. നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാണ്, കാലത്ത് ഉണ്ണീനെ സ്കൂളിലേക്ക് വിടാനുള്ള സമയവും ഒക്കെ കൂടി വരുമ്പോൾ നമുക്ക് കാലത്ത് ഇവിടെ വന്ന് മേടിക്കാൻ പറ്റണില്ല. പിന്നെ പാലും കൂടി മേടിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റണില്ല എന്നുള്ള ആ ഒരു അഭിപ്രായം ഒന്ന് പോയി പറയുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കാലത്ത് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ മാവ് ഉണ്ടാക്കി വെച്ചത് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിക്കാണ്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ നമ്മുടെ സ്ഥിരം പോകുന്ന അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും കടയിൽ പോയിട്ട് ഒരു 6 ദോശ മേടിച്ചിട്ട് നമ്മളിങ്ങോട്ട് വരാൻ പോവാം. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല ഗംഭീര മഴയാണ്. അമ്മയും കുഞ്ഞുമൊക്കെ ഉറങ്ങുന്നല്ല, അവർ എണീറ്റിരിക്കുന്നുണ്ട്. പക്ഷേ അവരതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ കൊതുവലയുടെ ഉള്ളിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ദിയ മോൾക്കൊന്നും സ്കൂളില്ല, ശനിയാഴ്ചയാണ്. ദിയും അമ്മയും മോളും കുഞ്ഞുമോളും കൂടിയിട്ട് നല്ല സുഖമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് പാല് കിട്ടാത്തതിൻ്റെ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട്, എന്നൊക്കെ കൊണ്ടുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ കൊണ്ടുവന്നതിനേക്കാളും കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഉണ്ണിമോളും ഒന്ന് ഉഷാറായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, കുറേ ആക്ഷൻസൊക്കെ വേറെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ വേറൊരു സ്വഭാവവും, എടുക്കാതപ്പോൾ വേറൊരു സ്വഭാവവും, അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റങ്ങൾ അവളുടെ ആ ഒരു ഇതിലും രൂപത്തിലായാലും ഭാവങ്ങളിലായാലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം. എന്തായാലും ഇപ്പം ഞാൻ കുറാഞ്ചേരി പോയിട്ട് കോട്ടൊന്നും ഇടുന്നില്ല, മഴ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കാലത്ത്. അപ്പോൾ ഞാൻ നമ്മുടെ സ്കൂട്ടിയിൽ പോയിട്ട് ഇതായിരിക്കുന്നു. വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടി ഒന്ന് തുടച്ചെടുക്കണം, നനഞ്ഞുണ്ട്. സ്കൂട്ടിയിൽ പോയിട്ട് ദോശ മേടിച്ചിട്ട് വേഗം വരാം. അപ്പോഴേക്കും ഇവർ ഇവിടെ എനിക്ക് പല്ലൊക്കെ തേച്ച് സ്റ്റഡി ആയിക്കോളും. ഇന്നിപ്പോൾ ദിയ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദിയ ഉണ്ണിയുടെ അടുത്തുള്ളത് കൊണ്ട് എന്തായാലും എനിക്കൊന്ന് പുറത്തേക്ക് പോവാം. ഇതാണ് വടക്കാഞ്ചേരി പോകുന്ന റൂട്ടിലുള്ള കുറാഞ്ചേരി പാർലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ള ചായക്കട. ഇത് ഈ കാണുന്ന ഈ വീട് പോലെയുള്ള കടയാണ്. ഒരു ബോർഡ് പോലും ഇല്ല. ഒരു ദോശക്കടയോ ചായക്കട എന്ന് പോലും ഒരു ബോർഡില്ലാത്ത ഒരു കടയാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഇവർക്ക് സ്ഥിരമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ ഒരു കച്ചവടം മതി എന്നുള്ള തോന്നലാണ് തോന്നുന്നു അവർക്കുള്ളത്. അതുകൊണ്ടാവാം അവർ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാത്തത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ദോശ മേടിച്ച് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശ കൊണ്ടുവന്ന് ഞാൻ അതാ വണ്ടി നിർത്തിയത് ഓടി വരുന്നുണ്ട്. ദോശ എടുക്കാനാണ് വരുന്നത്. ഇതാ തുറന്നെടുത്തോ, അച്ഛൻ്റെ വീട്ടിൽ എടുക്കും. പെട്ടെന്ന് തന്നെ റെഡി ആയില്ലോ. ദോശ കൊണ്ടുവരുമ്പോഴേക്കും ഇന്ന് സ്കൂളില്ല അല്ലേ? അമ്മനിച്ചാ ഉണ്ണി അവനിച്ചാ വാ, അത് കൂടെ പോരെ, ഇങ്ങോട്ട് പുറത്ത് കൂടെ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയാം എല്ലാവരോടും. കടയിലേക്ക് വെയിലടിച്ചിട്ട് ഇനി ആൾക്ക് വെയിൽ കൊള്ളിക്കണ്ടേ? ഇല വെയിൽ കൊള്ളിക്കണ്ടേ ഉണ്ണിനെ? കൊള്ളിച്ചാ ഇല്ലേ? ഇല്ല. ഉണ്ണി മാവിനെ എടുത്തിട്ട് പോ. എന്താ നിനക്ക് എടുക്കാൻ പറ്റില്ലേ? എടുക്കാറായിട്ടില്ലേ? നോട്ടെ ഒരു ചേച്ചി എടുക്കാറായിട്ടില്ല എത്ര നാളായിട്ടും. എന്നിട്ടാ ഞാൻ ലൈറ്റ് കിടച്ചേട്ടാ അതിൻ്റെ ഉള്ളിൽ. ഇന്ന് വെയില് കൊള്ളാൻ വന്നേക്കാണ്, അച്ഛൻ്റെ കുട്ടി വെയില് കൊള്ളാൻ വന്നേക്കാണ്, അച്ഛൻ്റെ ചെന്നാണ്, അച്ഛൻ
അങ്ങനെ നമ്മൾ ഇളം വെയിൽ കൊള്ളിക്കുന്ന മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഉണ്ണിവാവ ജനിച്ചിട്ട് 25 ദിവസമായി. പക്ഷേ ഈ ഒരു ടൈമിൽ 3 വട്ടമാണ് ഉണ്ണിക്ക് വെയിൽ കൊള്ളാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഉണ്ണി ജനിച്ച അന്ന് മുതലും മഴ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മഴക്കാലം തന്നെയാണ്, അതുകൊണ്ട് തന്നെ വെയിൽ കിട്ടാൻ ഭയങ്കര ക്ഷാമമാണ്. കിട്ടുന്ന വെയിൽ നമ്മൾ പരമാവധി കൊള്ളിക്കുകയാണെങ്കിലും നമുക്ക് കാലത്തെ വെയിലല്ല ഉത്തമം. അതുകൊണ്ട് തന്നെ ഏറ്റവും രാവിലെ വരുന്ന മൂന്നാമത്തെ വെയിലാണ് ഇപ്പോൾ നമ്മൾ കൊള്ളിച്ചിരിക്കുന്നത്. ഉണ്ണിവാവയ്ക്ക് മഞ്ഞപ്പിത്തം കാര്യങ്ങളൊന്നുമില്ല, ടെസ്റ്റൊക്കെ കഴിച്ചപ്പോൾ ഒക്കെ ക്ലിയറാണ്. എങ്കിലും കൂടിയിട്ട് ഈ ഒരു വെയിൽ കൊള്ളിക്കുന്നത് അത് ഏറ്റവും വലിയൊരു മരുന്നാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദിയമോൾക്കൊക്കെ ഒരുപാട് നമ്മൾ ഇളം വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഉണ്ണിവാവയ്ക്ക് വെയിൽ കുറവാണ് കിട്ടാറുള്ളത്, എങ്കിലും കൂടിയിട്ട് കിട്ടുന്ന വെയിൽ നല്ല രീതിയിൽ നമ്മൾ പുറത്തും ബാക്കും സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ കൊള്ളിച്ചെടുക്കാറുണ്ട്. കുറുമ്പൊന്നുമില്ല കേട്ടോ. ഞാൻ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും വെയിൽ കൊള്ളുകയാണെങ്കിലും അവളിങ്ങനെ നോക്കി കളിക്കും. പക്ഷെ കണ്ണ് തുറക്കും, ഈ വെയിൽ കാണിക്കുമ്പോൾ കണ്ണൊന്ന് അടയ്ക്കും. അങ്ങനെ നല്ല രസമാണ് മൂപ്പരെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാൻ. അപ്പം ഇന്നും നമ്മൾ അപ്പാപ്പൻ്റെ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ. കുറാഞ്ചേരി അപ്പാപ്പൻ അമ്മാമ, ഇതാണ് ദോശ. ഒരു 8 ദോശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കനാണ്. അവിടുത്തെ ദോശയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കുട്ടിക്ക് 2 വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കില്ലെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. സാമ്പാർ ചട്നി വെച്ചാൽ ഇതാ അച്ഛനോട്ട് ഇത് കഴിച്ചോ. അച്ഛ കഴിക്കാം. പൂവും ചിലപ്പോൾ ചൂടുണ്ട്. നോക്കട്ടെ, പൂവ് നോക്കട്ടെ. ആ മതി, ഇവിടെ വെച്ചാ. അപ്പം ദിയമോള് ചായ ഒഴിച്ചു, പക്ഷെ ചായ പുറത്തേക്ക് പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു പാത്രം അങ്ങനെയാണ് കേട്ടോ. നമുക്ക് തന്നെ ഒഴിക്കാൻ ശരിക്കും ക്ലിയർ ആയിട്ട് പറ്റില്ല, അപ്പോഴേക്കും പുറത്തേക്ക് പോകും. അതിനിപ്പോൾ ചെറുതായിട്ടൊന്ന് ചമ്മിയിട്ടാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, ഞാനൊരു ഏകദേശം ക്ലിയർ ആയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇന്ന് പാല് മേടിച്ചിട്ടില്ല, കട്ടൻ ചായയാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ചട്നിയൊക്കെ നോക്കൂ, ഒരു 8 ദോശയ്ക്കുള്ള ചട്നിയത്. ഇനി വേണമെങ്കിൽ ഒരു ഇതും കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സഞ്ചി കൂടി. ശരിക്കും നമ്മളിവിടെ ഉണ്ടാക്കണില്ലേ, ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കില്ലേ, ചട്നി മാത്രം അവിടെ പോയിട്ട് മേടിക്കല്ലേ ഒരു 20 രൂപയ്ക്ക്. അതാണ് ബെറ്റർ പരിപാടി. വേണ്ട, ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കില്ല, ഞങ്ങൾ കഴിക്കട്ടെ. ഉണ്ണിക്ക് പാല് കൊടുക്കുന്ന കാരണമാണ് ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചോളൂ, പറയും. ഞാൻ കഴിക്കാൻ പോട്ടാ. പൊളി ദോശ തന്നെയാണ്. ഒരു വട്ടവളം ഒന്ന് കഴിച്ചാ കുറാഞ്ചേരി എവിടെയെന്ന് വീണ്ടും അന്വേഷിക്കും. ദോശ മാത്രം 11 മണിയാകുമ്പോൾ ഫുള്ള് ക്ലോസ്. 11 മണിയാകുമ്പോൾ ഷോപ്പ് ക്ലോസ് ആണ്. ഒരു 10:30 വരെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ദോശ. പിന്നെ അവിടെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പം ഇങ്ങനെ നമ്മളെ ആൾക്കാർ ചെല്ലണതിനനുസരിച്ച് മാവ് കലക്കണം, ലൈവ് അടിച്ചു തരുന്നു. ചൂട് ദോശ, ഒരു ചമ്മന്തി ഉണ്ട്, ഒരു ചട്നി ഉണ്ട്. ശരിക്ക് സാമ്പാർ വെച്ചിട്ട് ഈ ദോശ കഴിച്ചിട്ടില്ല. പറയണം, ഇതന്നെ വേറെ ലെവല്. ഇനിയിപ്പോ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇന്ന് കട്ടൻ ചായയാണ്. കാരണം നമ്മളാ അപ്പാപ്പൻ്റെ കടയിൽ പോയിട്ട് ദോശ മേടിച്ചിട്ട് വരുമ്പോൾ നമുക്ക് പാല് മേടിക്കാൻ സൊസൈറ്റിയിലേക്ക് പോകണം. ആ പാല് മേടിക്കാൻ പോണവിടെ നമുക്കൊരു ആ ഒരു ടൈം ചിലപ്പോൾ ക്ലിയർ ആവില്ല. കാരണം നമ്മൾ റൂട്ട് 2 വ്യത്യാസമുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോയിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് വളഞ്ഞു പിടിക്കുമ്പോൾ ട്രെയിനിൻ്റെ ഒരു ഗേറ്റിൻ്റെ അടവൊക്കെ വരും. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ ഇപ്പോൾ കാലത്ത് പാല് മേടിച്ചു, ഇന്നലെ വൈകിട്ട് പാല് മേടിച്ചു. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ കാലത്ത് പാല് മേടിച്ചിട്ടില്ല എന്നുള്ളൂ. പക്ഷെ എന്തായാലും വൈകുന്നേരം മേടിക്കും. ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ പോയിട്ട് ഇന്ന് പാല് മേടിക്കും. ശരിക്കും ഇന്നലെ വൈകിട്ട് പാല് മേടിച്ച് പാലവിടെ പാത്രത്തിലിരിക്കുക, കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്.
വേണ്ടാന്ന് മട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നമ്മൾ കാലത്തും പാല് കുടിച്ചു, ഇന്നലെ വൈകുന്നേരം പാല് കുടിച്ചു. അപ്പൊ ശരിക്ക് പാലിനോടുള്ള ആ ഒരു ഇത് പോവാണ്. അപ്പം ഇന്നെന്തായാലും വൈകിട്ട് പാല് മേടിക്കും. അതെന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കുറച്ചാള് നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ എല്ലാവരും ചായ കുടിക്കട്ടാ. ഋഷിയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിക്ക് പാല് കൊടുക്കുകയാണ്. അപ്പോൾ പാല് കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ നോക്കരുത്, പരമാവധി ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഇതേപോലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ണിക്ക് പാല് കൊടുക്കുമ്പോൾ വീഡിയോ ഇടുന്നില്ല കേട്ടോ. ഋഷിയുടെ വീഡിയോ ഇടുന്നില്ല. മൊത്തത്തിൽ നമ്മളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സന്തോഷത്തിന്റെ ഇതിൽ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വരുമ്പോൾ ചില ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും, ചിലപ്പോൾ ചിലതൊന്നും കട്ട് ചെയ്യില്ല, ചിലതൊക്കെ അങ്ങനെ തന്നെ ഇടും. ഓക്കെ, ഇന്നത്തെ ഒരു പരിപാടി ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. എനിക്ക് തൃശ്ശൂരിൽ നിന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഇന്ന് ദിയമോള് കൂടെ ഉണ്ട്. ഋഷിയുടെ കൂടെ ദിയ എന്തായാലും നിൽക്കൂട്ടാ. ഞാനൊരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി തന്നിട്ട് ഓക്കെ ഞാൻ പോയിട്ട് വേഗം വരും കേട്ടോ. ശരി. അപ്പം ദൃശ്യക്കുള്ള ദോശ നമ്മളിപ്പോൾ ഇവിടെ മൂടി വെച്ചിരിക്കുകയാണ്. ദൃശ്യ ഉണ്ണിമാവനെ പാലൊക്കെ കൊടുത്തൊന്ന് ഉറക്കി എടുത്തേക്കാണ്. ഇപ്പോൾ ദൃശ്യ ഇപ്പോൾ ദോശ കഴിക്കണില്ല. എന്താ കാരണം? എന്താ? പച്ചക്കപ്പലണ്ടി നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏകദേശം ഒരു ആയിട്ടുണ്ട്. ഈ കപ്പലണ്ടി കഴിക്കുന്നത് അടിപൊളിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വല്യമ്മയുടെ മകള് ചാച്ചേച്ചി 3 പ്രസവവും നമ്മുടെ തറവാട്ടിലായിരുന്നു. അതായത് അമ്മാമ്മയുടെ കൂടെ. അമ്മാമ്മയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചാച്ചേച്ചിക്ക് ഇതേപോലെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ കല്യാണം കഴിച്ചതിന് ശേഷം പ്രസവം നോക്കിയത് നമ്മുടെ തറവാട്ടിലാണ്. അപ്പോൾ ആ തറവാട്ടിൽ നോക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മാമ്മയുടെ അച്ചാച്ചൻ്റെ കൂടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ചാച്ചേച്ചി എപ്പോഴും ഇതിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മ കൊടുക്കുമായിരുന്നു. അപ്പം നാരായണി അമ്മമ്മ കൊടുക്കുമ്പോൾ ഈ ചാച്ചേച്ചി ഇത് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ചേച്ചീനേക്കാളും കൂടുതൽ കഴിച്ചേക്കണത് ഞാനാണ്. അതുകൊണ്ട് എനിക്കിത് നല്ല ഓർമ്മ. ഈ കപ്പലണ്ടി എന്തിനാ അമ്മമ്മ അങ്ങനെ വെള്ളത്തിലിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പാലുണ്ടാവാനൊക്കെ അടിപൊളിയാണ് സ്ത്രീകൾക്ക് എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഇപ്പം ഞാൻ ഇന്നലെ വടക്കാഞ്ചേരി പോയിട്ട് വരുമ്പോൾ ചേട്ടൻ കച്ചവടത്തിന് പോകുമ്പോൾ കപ്പലണ്ടി മേടിക്കുന്ന സ്ഥിരമായിട്ടുള്ള കടയാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കപ്പലണ്ടി മേടിച്ചപ്പോൾ ഇക്ക പറഞ്ഞു എന്തോ 1 കിലോ മേടിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു കച്ചവടത്തിനല്ലക്ക, സാധാരണ നമ്മളൊരു 5-6 കിലോ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു എന്താ 1 കിലോ? ഞാൻ കച്ചവടത്തിനല്ല, ഞാൻ നമ്മുടെ വീട്ടിലേക്കാണ്, പെണ്ണ് പ്രസവിച്ച് കിടക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അതെയോ, ആ സന്തോഷം, അതപ്പോൾ കാണാത്തല്ലേ എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല കച്ചവടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞല്ലോ, പൂര സീസൺ കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിചയത്തിൽ അങ്ങനെ 1 കിലോ എനിക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് ആൾ തന്നത്. നമ്മൾ 5 കിലോ എടുത്താലും 10 കിലോ എടുത്താലും നമുക്ക് ഒരു റേറ്റാണ്, 1 കിലോ എടുത്താലും ഒരു റേറ്റാണ്. അങ്ങനെ അതിന് തന്നു. അപ്പോൾ അത് മേടിച്ചുകൊണ്ടെന്നാണ്. ഇപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നത്? നീ ഇപ്പം ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പാല് വരുന്ന പോലെ ടേസ്റ്റില് വ്യത്യാസമുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. ശരിക്കും നമ്മള് പച്ച നോർമലായി തിന്നണേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മധുരം കൂടി വരും ഇല്ലേ? ദീക്കും കൊടുത്തോളട്ടെ ഇടയ്ക്ക്. ദീ എവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ ദീയ ദോശ കഴിച്ചു കഴിഞ്ഞു, അപ്പൊ പഠിക്കുന്നുണ്ട്. ഇനി ഇടയ്ക്കൊന്നും എനിക്കുണ്ട് കേട്ടാ. അപ്പോൾ ഓക്കെ, അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ട് ഈ ദോശ കഴിച്ചോളാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ തൃശ്ശൂർക്കൊന്ന് പോകണം. തൃശ്ശൂരൊന്ന് പോയിട്ട് വരാം, വേഗം വരാം കേട്ടോ. ഓക്കെ, ശരി, ബായ്.